എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഹാനോയിലെ സിറ്റി ടൂറാണ് കേട്ടോ. സിറ്റി ടൂറിൽ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റിയെന്നുള്ളതാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഫസ്റ്റ് തന്നെ നമ്മൾ കണ്ടത് സെൻറ്റ് ജോസഫ്സ് കത്തീഡ്രലാണ് കേട്ടോ. ഇത് ഫ്രഞ്ച് മോഡലിൽ ഫ്രഞ്ചുകാരുണ്ടാക്കിയ ഒരു കത്തീഡ്രലാണ്. ഫ്രഞ്ചുകാർ വിയറ്റ്നാം പിടിച്ചടക്കി ഭരിച്ചിരുന്ന കാലത്താണ് ഇത് ഉണ്ടാക്കിയത്. 1886 ഈ കത്തീഡ്രൽ ഉണ്ടാക്കിയത്. ഇപ്പോഴും ഇത് ഫങ്ഷനിങ് ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മളിതൊക്കെ വോക്കബിൾ ഡിസ്റ്റൻസ് ആണ് കേട്ടോ. ഇതൊക്കെ ഓൾഡ് ക്വാർട്ടറിലാണുള്ളത്. അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് ഹവല പ്രിസൺ കാണാൻ വേണ്ടിയിട്ടാണ്. ആ പ്രിസൺ ഇപ്പോൾ ഒരു പ്രിസൺ മ്യൂസിയം ആയിട്ടാണ് പ്രിസർവ് ചെയ്തിരിക്കുന്നത്. ഈ ഹാവലോ പ്രിസണും പണ്ട് ഫ്രഞ്ചുകാരുണ്ടാക്കിയതാണ്. അത് 1886 തന്നെയാണ് ഫങ്ഷനിങ് ആയിരുന്നത്. അന്ന് ഫ്രഞ്ചുകാർ വിയറ്റ്നാമുകാരെ പിടിച്ചടക്കി വിയറ്റ്നാമുകാരുടെ പൊളിറ്റിക്കൽ പ്രിസണേഴ്സിനായിട്ട് കുറേ പൊളിറ്റിക്കൽ ലീഡേഴ്സിനെ കിട്ടിരുന്ന പ്രിസണാണത്. അന്ന് അവർ യൂസ് ചെയ്തിരുന്ന അവിടുത്തെ പാത്രങ്ങളും അവർ യൂസ് ചെയ്ത യൂണിഫോമും അന്നുള്ള ഫീച്ചേഴ്സും എല്ലാ ഡീറ്റെയിൽസും അവിടെ ഇപ്പോഴും പ്രിസർവ് ചെയ്തൊരു മ്യൂസിയം ആയിട്ട് അത് കീപ്പ് ചെയ്യാണ്. പിന്നീട് അമേരിക്കയായിട്ട് വാറുണ്ടായപ്പോൾ വിയറ്റ്നാമീസുകാരും അമേരിക്കക്കാരും തമ്മിൽ വിയറ്റ്നാം വാറുണ്ടായി. അമേരിക്കക്കാരെ വിയറ്റ്നാമുകാർ തോൽപ്പിച്ചല്ലോ. ആ സമയത്ത് പിടിച്ചടക്കിയ അമേരിക്കൻ ആൾക്കാരെയും ആ പൊളിറ്റിക്കൽ പ്രിസണേഴ്സിനെയും ഈ വിയറ്റ്നാമുകാർ ഇതേ പ്രിസണിലാണ് അടച്ചിരുന്നത്. അന്ന് ഇതിന് ഹിൽട്ടൺ പ്രിസൺ എന്നൊക്കെയാണ് അവർ പറഞ്ഞിരുന്നത്. അമേരിക്കക്കാർ ഇതിന് പേരിട്ടിരുന്നത്. 50,000 വിയറ്റ്നാമീസ് സ്ട്രോങ് ആണ് കേട്ടോ അതിൻ്റെ എൻട്രൻസ് ഫീസ്. അതായത് നമ്മുടെ ഒരു 180 റുപ്പീസൊക്കെ വരുള്ളൂ ഇന്ത്യൻ റുപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ. അന്ന് അവർ യൂസ് ചെയ്തിരുന്ന പാത്രങ്ങൾ, അവിടുത്തെ എല്ലാ സാധനങ്ങളും അതൊക്കെ അതുപോലെ ഇങ്ങനെ പ്രിസർവ് ചെയ്തൊരു മ്യൂസിയമായിട്ട് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ 1990 ഒക്കെ ആയപ്പോൾ അത് ഡിമോളിഷ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതൊരു മ്യൂസിയമായിട്ട് പ്രിസർവ് ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെ അന്നുണ്ടായിരുന്ന കുറേ പൊളിറ്റിക്കൽ ലീഡേഴ്സിൻ്റെയും പ്രിസണേഴ്സിൻ്റെയൊക്കെ കുറേ പ്രതിമകളും അവരിരുന്നിരുന്ന പല ഓരോരോ പ്രിസണിൽ ഇരുന്നിരുന്ന മോഡൽസും ഒക്കെ ഇപ്പോഴും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ ഓൾഡ് ക്വാർട്ടർ തന്നെ ആയതുകൊണ്ട് എല്ലാം നമുക്ക് ഹോട്ടലിൽ നിന്ന് ഇങ്ങനെ നടന്ന് കാണാവുന്നതേ ഉള്ളൂ. ഒരു 500-600 മീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ ഈ കത്തീഡ്രലും ഈ പ്രിസണും അങ്ങനെയുള്ള ഓൾഡ് ക്വാർട്ടറിലുള്ള ഒരുവിധം എല്ലാ സിറ്റി അട്രാക്ഷൻസും. സിറ്റി ടൂറിൽ നമുക്ക് നടന്ന് തന്നെ വാക്കിംഗ് ആയിട്ട് തന്നെ പോകാവുന്നേ ഉള്ളൂ. ഇങ്ങനെ പ്രിസണിൽ യൂസ് ചെയ്തിരുന്ന കുറേ ചൂളകളും അതൊക്കെ കണ്ടു. അതിന് നേരെ ഓപ്പോസിറ്റാണ് നമ്മൾ കോർട്ട് കോംപ്ലക്സ് കണ്ടത്. പിന്നെ അവിടുന്ന് കുറച്ചും കൂടി നടന്നു കഴിയുമ്പോൾ നമുക്ക് ഈ വിയറ്റ്നാമീസ് വുമൺസ് മ്യൂസിയം കാണാൻ പറ്റും. വുമൺ എംപവർമെൻറ്റിന് വേണ്ടിയിട്ട് അവരുണ്ടാക്കി വെച്ചേക്കുന്ന ഒരു മ്യൂസിയമാണ്. രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് ഈ പ്രിസണും മ്യൂസിയം ഒക്കെ ഓപ്പൺ ആവുള്ളൂ. 40,000 വിയറ്റ്നാമീസ് സ്ട്രോങ് ആണ് ഇതിൻ്റെ എൻട്രി ടിക്കറ്റ് കേട്ടോ. അത് ഏകദേശം ഒരു നമ്മുടെ 150 റുപ്പീസൊക്കെ വരുള്ളൂ. ഈ വുമൺ വാറിൽ വിയറ്റ്നാമീസ് വാറിന് ലേഡീസ് കൊടുത്ത കോൺട്രിബ്യൂഷൻ, അതുപോലെ ഫാമിലിക്കും അവരുടെ ട്രഡീഷനും വേണ്ടിയുള്ളതൊക്കെ വുമണിൻ്റെ കോൺട്രിബ്യൂഷനൊക്കെയാണ് അവിടെ ഹൈലൈറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ സ്ത്രീകളുണ്ടാക്കിയ കുറേ ഹാൻഡിക്രാഫ്റ്റ്സും അവർ കൈകൊണ്ടുണ്ടാക്കിയ ലേഡീസ് ഉണ്ടാക്കിയ ഒരുപാട് പ്രോഡക്ട്സും ഒക്കെ അവരവിടെ എക്സിബിഷനായിട്ട് വെച്ചിട്ടുണ്ട്. അതൊന്നും സെയിലിനല്ല, സെയിലിനുള്ള വേറൊരു ഏരിയ ഉണ്ട്. ഇത് ഫുൾ അവിടെ എക്സിബിഷന് വെച്ചേക്കാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ചും കൂടി സ്ട്രീറ്റിലേക്ക് നടന്നപ്പോൾ ഇങ്ങനെ സിൽക്ക് കൊക്കൂണൊക്കെ വെച്ചിട്ടുണ്ട്. ഒറിജിനലായിട്ടുള്ള സിൽക്ക് വേമിൻ്റെ കൊക്കൂണും കുറേ റോഡ് സൈഡിലൊക്കെ കണ്ടു കേട്ടോ. അതുകൊണ്ടുണ്ടാക്കിയ സിൽക്കിൻ്റെ ക്ലോത്ത്സും ഒക്കെ കണ്ടു. പിന്നെ ഞങ്ങളൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് തപ്പി നടന്നു. എന്നിട്ട് അങ്ങനെ നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ ഒരു ഗ്രിൽസ് ആൻഡ് കറി എന്ന് പറഞ്ഞിട്ട് ഒരു നല്ല ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കണ്ടു ഓൾഡ് ക്വാർട്ടറിൽ തന്നെ. അപ്പോൾ കുറച്ചും കൂടി നടക്കാനുള്ള ഡിസ്റ്റൻസേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുറച്ച് നേരം അവിടേക്ക് നടന്ന് ആ റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ച് ഒരു ഇന്ത്യൻ ഫുഡൊക്കെ കഴിച്ചു. അന്ന് ലഞ്ച് ഇന്ത്യൻ ഫുഡാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഈ ബോണി ന്യൂട്ട് ഹോട്ടലിലാണ് ഞങ്ങൾ താമസിച്ചിരുന്നത്, ഓൾഡ് ക്വാർട്ടറിൽ തന്നെയുള്ള. അപ്പോൾ അവിടുന്ന് ഒരു 500 മീറ്റർ നടന്നപ്പോൾ നമുക്ക് ആ ഹോട്ടൽ കണ്ടുപിടിക്കാൻ പറ്റി. ഗ്രിൽസ് ആൻഡ് കറി എന്നായിരുന്നു പേര്. നല്ല ടേസ്റ്റി ഫുഡാണ്. ട്രിപ്പ് അഡ്വൈസറിൻ്റെയൊക്കെ നല്ല റേറ്റിംഗും ഉണ്ട്. അങ്ങനെ നമ്മളവിടെ കയറി നാനും നമ്മുടെ ചിക്കൻ, കുറേ സ്പൈസി ചിക്കനും ഒക്കെ കഴിച്ചു. ചിക്കൻ ഡോപ്പിയാസ എന്ന് പറഞ്ഞ ഡിഷാണ് കഴിച്ചത്. നല്ല സ്പൈസി ആയിരുന്നു, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. നമ്മുടെ അവിടെ നമുക്ക് ബട്ടർ നാനും ഗാർലിക് നാനും ഒക്കെ കണ്ടിട്ടുണ്ട്. ഇവിടെ ഒനിയൻ നാന്, ചീസ് നാന്, അങ്ങനെ കുറേ വെറൈറ്റി നാനുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഹോട്ടലിൽ ഇങ്ങനെ കുറേ ട്രാവൽസിൻ്റെയും ട്രിപ്പ് അഡ്വൈസറിൻ്റെയൊക്കെ അപ്രിസിയേഷനും അവാർഡും ഒക്കെ കിട്ടിയതിൻ്റെ സ്റ്റിക്കേഴ്സൊക്കെ അവർ ഫുള്ള് ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏതായാലും ഞങ്ങളുടെ ചോയ്സ് തെറ്റിയില്ല. വെറുതെ ഗൂഗിളിൽ റിവ്യൂസൊക്കെ നോക്കി പോയതാണ്. പക്ഷേ നല്ല ടേസ്റ്റി ഫുഡായിരുന്നു കേട്ടോ. ഇതാണ് അവരുടെ ചിക്കൻ ഡോപ്പിയാസ. നല്ല ടേസ്റ്റി ആയിരുന്നു, നല്ല സ്പൈസി ആയിരുന്നു. ഒരെണ്ണം വാങ്ങിയാൽ തന്നെ 2 പേർക്ക് കഴിക്കാനുണ്ട്. പിന്നെ നാനും അതെ, ഒരു 5 പീസ് കണ്ടുണ്ടായിരുന്നു, ഒരൊറ്റ സിംഗിൾ നാൻ തന്നെ. ഇത് ഓനിയൻ നാനാണ്, ഇത് നമ്മുടെ ഗാർലിക് നാനും ഒക്കെ നല്ല ടേസ്റ്റി ആയിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വീണ്ടും ഞങ്ങൾ സിറ്റി ടൂറ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി നടന്നു. ഈ ഓൾഡ് ക്വാർട്ടറിൽ കൂടി കുറേ കറങ്ങി നടന്നു. അവിടെ കുറേ ഡ്രസ്സിൻ്റെ ഷോപ്പുകളുണ്ടായിരുന്നു കേട്ടോ. കുറേ സിൽക്ക്, അവർ പറയുന്ന ഒറിജിനൽ സിൽക്ക് വേമിൻ്റെ കൊക്കോണിൽ നിന്ന് ഉണ്ടാക്കിയതാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ സിൽക്കിൻ്റെ ഡ്രസ്സുകൾ, പിന്നെ കുറേ ഹാൻഡിക്രാഫ്റ്റ്സ് ഉണ്ടായിരുന്നു. പിന്നെ കർട്ടൺ മെറ്റീരിയൽസ് കുറേ ഉണ്ട് ഓൾഡ് ക്വാർട്ടറിൽ. കർട്ടൺ മെറ്റീരിയൽസ് റോളായിട്ടും അവർ ചെയ്ത് തരും, സെറ്റ് ചെയ്ത് തരും. കുറച്ച് അവേഴ്സ് കൊണ്ട് തന്നെ സൈസിനനുസരിച്ച് റെഡിയാക്കി തരും എന്നൊക്കെ പറയുന്ന കുറേ കർട്ടൻസ്. പിന്നെ കുറച്ച് സൂപ്പർ മാർക്കറ്റ്സും, പിന്നെ ഒരു ഏരിയയിൽ പോയി കഴിഞ്ഞാൽ കുറേ ഹാൻഡിക്രാഫ്റ്റ്സും
ഒക്കെ ഉണ്ട്. ചെരുപ്പുകൾ, ഡ്രസ്സുകൾ, പിന്നെ കുറേ മസാജ് പാർലേഴ്സ്, കുറേ ബിയർ ഷോപ്സ്, അങ്ങനെ കുറേ ടൈപ്പ് ഷോപ്പുകളുണ്ട്. പല പല ഷോപ്പുകൾ ഓൾഡ് വാട്ടറിലുണ്ട്. ഇവിടെ കുറച്ചിങ്ങനെ നടന്നു കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മളൊരു ബുക്ക് സ്ട്രീറ്റ് കണ്ടു. ഈ ബുക്ക് സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ ഫുൾ അവിടെ ബുക്ക്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ഏരിയ ഫുള്ള് ബുക്സാണ്. കുറേ ടൈപ്പ് ബുക്സ്, അവിടെ സ്ഥിരമായിട്ട് ബുക്സ് മാത്രം വിൽക്കുന്ന ഒരു സ്ട്രീറ്റാണ്. അങ്ങനെ അതും കണ്ടു. പിന്നെ നമ്മൾ രാത്രി ഒരു ലോട്ടെ ടവറിൽ സ്കൈ ലോട്ടെ എന്ന് പറഞ്ഞ ഒബ്സർവേഷൻ ടെക്കിൻ്റെ ടിക്കറ്റും കൂടി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും കൂടിയാണ് അന്നത്തെ പ്ലാൻ ഉണ്ടായിരുന്നത്. ഈ ലോട്ടെ ടവർ ഒരു 4.5 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് നമുക്ക് ഈ ഓൾഡ് ക്വാർട്ടറിൽ നിന്ന് പോകാൻ. ഗ്രാബ് വിളിച്ച് പോയാൽ മതി. ചെറിയ റേറ്റേ ആവുള്ളൂ. ഒരു 65K വിയറ്റ്നാം ഡോങ് ആണ് ആയത്. അത് ഏകദേശം ഒരു 200 രൂപയുടെ അത്രയൊക്കെ ആവുള്ളൂ. അതിൻ്റെ മുകളിൽ ഏറ്റവും മുകളിലേക്കുള്ള ഒബ്സർവേഷൻ ഡെക്കിലേക്ക് നമ്മൾ ബുർജ് ഖലീഫയുടെ മുകളിലൊക്കെ കയറുന്ന പോലെ അതിൻ്റെ മുകളിലെത്തിയാൽ ഫുള്ള് ഗ്ലാസ്സാണ്. നടന്നിട്ട് വോക്കബിളായിട്ടുള്ള ഗ്ലാസിൻ്റെ ഷീറ്റ്സ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കയറുന്ന ഫുള്ള് ഹാനോയി കാണാൻ പറ്റും. പിന്നെ ഇങ്ങനെ കുറേ ലാൻറ്റേൺസ് കൊണ്ടൊക്കെ ഡെക്കറേറ്റ് ചെയ്ത ഭാഗമുണ്ട്. അവിടെ നിന്ന് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം. പിന്നെ കുറേ ടൈപ്പ് കണ്ണടകളും മുഖം മൂടികളൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇട്ട് ഫോട്ടോ എടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ടിക്കറ്റിൻ്റെ കൂടെ ഒരു ജ്യൂസ്, ലാറ്റെ, കോഫിയോ അല്ലെങ്കിൽ നമുക്ക് ക്യാപ്പിച്ചിനോയോ അല്ലെങ്കിൽ കൊക്കക്കോളയോ എന്താ വേണ്ടത് വെച്ചാൽ നമ്മളെ ചോയ്സിലുള്ള ഒരു ഡ്രിങ്ക്, അതും നമുക്ക് അതിൻ്റെ കൂടെ തന്നെ ഇൻക്ലൂഡഡ് ആണ്. ടിക്കറ്റിൻ്റെ കൂടെ തന്നെ ഇൻക്ലൂഡഡ് ആയിരുന്നു. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് അന്നത്തെ സിറ്റി ടൂർ കഴിഞ്ഞു ഹാനോയി. അങ്ങനെ ഹാനോയി ഫുള്ള് കണ്ട് ഇനി പിറ്റേ ദിവസം ഓൾഡ് ക്വാർട്ടറിൽ കൂടെ ഒരു ഷോപ്പിങ്ങും കൂടി ഉണ്ട് നെക്സ്റ്റ് ഡേ. അതോടുകൂടി നമ്മൾ ഹാനോയി വിടും. എന്നിട്ട് നെക്സ്റ്റ് നമ്മുടെ ഡെസ്റ്റിനേഷൻ ഡാനാങ് ആണ്. അപ്പോൾ ഇത് നല്ല ഭംഗിയായിരുന്നു ഒബ്സർവേഷൻ ഡെക്ക് കേട്ടോ. അതിൻ്റെ മുകളിൽ ഫുള്ള് ഇങ്ങനെ മ്യൂസിക്കും ഇങ്ങനെ ലൈറ്റഡായിട്ട് ഫുൾ ഹാനോയി നമുക്ക് കാണാനും കഴിയും. ഹാനോയി പിന്നെ ഫോട്ടോ പോയിൻറ്റ്സ് ആയിട്ട് ഇങ്ങനെ അവരുടെ ഫീനിക്സ് പക്ഷിയുടെ ചിറകുകളൊക്കെ ഉണ്ട്. അതിൻ്റെ നടുക്ക് നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റും. താഴെ കുറേ ലോട്ടെ സൂപ്പർ മാർക്കറ്റും ഒക്കെ ഉണ്ട്. അവിടുന്ന് കുറച്ച് ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് നമുക്ക് ഗ്രാബ് പിടിച്ചിട്ട് തന്നെ തിരിച്ച് ഹോട്ടലിലേക്ക് പോവാം. ഒരു 4 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.